അപ്പം നമ്മൾ ഡീമൺ സ്ലെയർ ഇൻഫിനിറ്റി കാസിൽ ആർക്കിൻ്റെ സെക്കൻഡ് എപ്പിസോഡാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ എൻഡിൽ നമ്മുടെ ആ ഇൻഫിനിറ്റി കാസിലേക്ക് വീണ ഷിനോബു നമ്മുടെ ഡോമേനെ അപ്പർ റാങ്ക് 2 ആയിട്ടുള്ള ഡോമേനെ മീറ്റ് ചെയ്യുന്ന പോലെ കാണിച്ചിട്ടുണ്ടാവും. അതിനെ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടിട്ട് വരാം. അതിൻ്റെ ബാക്കിയാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോവാം. ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് ഒരു ഫ്ലാഷ് ബാക്കാണ്. നമ്മുടെ ഷിനോബുവിനെ പിടിച്ച് ആരോ കരഞ്ഞുകൊണ്ട് പറയാണ്, ഷിനോബു ഈ ഡീമൺ ഹണ്ടേഴ്സ് വിട്ടേക്ക്. എനിക്കറിയാം നീ ഒരുപാട് പാടുപെടുന്നുണ്ടെന്ന്, പക്ഷെ നിനക്കിത് വേണ്ടെന്ന് കരഞ്ഞുകൊണ്ട് ഷിനോബുയുടെ മുഖത്ത് കൈവച്ചുകൊണ്ട് പറയാണ്. അത് വേറെ ആരുമല്ല, പുള്ളിക്കാരത്തിൻ്റെ സിസ്റ്ററായിട്ടുള്ള കാനയാണ്. അങ്ങനെ ആരോ അറ്റാക്ക് ചെയ്തിട്ട് മരിക്കാൻ കിടന്നുകൊണ്ട് തന്നെ കാനെ പറയാണ്, എനിക്കറിയാം നിന്നെ, എനിക്ക് വേണ്ടത് നീ എല്ലാ പെണ്ണിനെയും പോലെ തന്നെ നല്ലൊരു ജീവിതം നീ നയിക്കണം, എന്നിട്ട് വയസ്സായി നിൻ്റെ ജീവിതം നീ ആസ്വദിച്ച് തീർക്കണം എന്ന് പറയാണ് അവൾ. അപ്പം തന്നെ ഷിനോബു കരഞ്ഞുകൊണ്ട് കാനയോട് പറയാണ്, ഞാൻ ഒരിക്കലും ഈ ഡീമൺ സ്ലെയർ കോപ്സ് വിടത്തില്ല. പറ, നിന്നോട് ആരാ ഇത് ചെയ്തത്? നിന്നോട് ഈ ചെയ്ത ഡീമണ്ണെ ഞാൻ തീർച്ചയായിട്ടും അവൻ ചെയ്യുന്ന ദേഷ്യത്തോടെ പറയാണ്. ദയവ് ചെയ്ത് ആരാണ് ഇത് ചെയ്തതെന്ന് പറ. നീ ഇല്ലാതെ ഒരു നോർമൽ ലൈഫ് എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ദയവ് ചെയ്ത് അത് പറ എന്ന് പറയാണ്. അപ്പം തന്നെ കാനെ കണ്ണടച്ചുകൊണ്ട് പറയാണ്, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. അത് തലയിൽ ബ്ലഡ് സ്റ്റെയിൻസ് ഉള്ള ഒരു ഡീമണായിരുന്നു. അതേസമയം ഇപ്പോൾ പ്രസൻറ്റിലുള്ള ഷിനോബു നമ്മുടെ ഡോമയുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. അതേസമയം ഡോമ, ഹലോ ന്യൂ ഗേൾ, നിന്നെ കണ്ടതിൽ സന്തോഷം. ഇന്നെന്തായാലും വലിയ ട്രീറ്റാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഷിനോബുവിനെ കാണാണ് ഡോമ. അങ്ങനെ ഡോമയെ ഷിനോബു കാണുന്ന അതേ ടൈമിൽ തന്നെ കാനെ പറഞ്ഞ കാര്യങ്ങൾ ഇവക്ക് ഫ്ലാഷ് ആവാണ്. അതായത് അവളെ കൊന്ന അവളെ അറ്റാക്ക് ചെയ്ത ആ ഡീമൻ്റെ ഒരു സ്കെയറി ആയിട്ടുള്ള സ്മൈലും ആരും ഭയമില്ലാത്ത രീതിക്കുള്ള ഒരു പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള സംസാരവും. അപ്പം തന്നെ ഡോമ അവിടെ നിന്ന് കൊന്നുകൊണ്ടിരിക്കുന്ന ആ സ്ത്രീകളിൽ ഒരാൾ എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞിട്ട് ഷിനോബുയുടെ അടുത്തേക്ക് വരികയാണ്. അപ്പം തന്നെ ഡോമ, ഞാനിവിടെ സംസാരിക്കുന്ന കണ്ടുകൂടെ എന്ന് പറയാണ്. ഉടനെ തന്നെ ഷിനോബു പെട്ടെന്ന് വന്ന് അവളെ അവിടെ നിന്ന് രക്ഷിച്ച് മാറ്റുകയാണ്. എന്നിട്ട് അവളോട് നീ ഓക്കെ ആണോ എന്ന് ചോദിക്കുകയാണ്. പക്ഷെ പെട്ടെന്ന് തന്നെ ആ രക്ഷിച്ചവളുടെ ബോഡി പല പീസായി മുറിഞ്ഞു പോവാണ്. കാരണം ഡോമ ഓൾറെഡി അവളെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കണ്ടുകൊണ്ടിരിക്കുന്ന അവളോട് നമ്മുടെ ഡോമ പറയാണ്, അവളെ വിട്ടേക്ക്, അവളെ ഞാൻ ഓൾറെഡി തീർത്തതാ, ഇനി നമുക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയാണ് ഡോമ. അതേസമയം ഷിനോബു കാനെ പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കുകയാണ്. അതായത് കാനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഡീമൺ യൂസ് ചെയ്യുന്നൊരു വെപ്പൺ ഒരു ഏൻഷ്യൻറ്റ് ഫാനായിരുന്നെന്ന്. അതേപോലെ ഒരു പേരും പിടിച്ച് നിൽക്കുകയാണ് ഡോമ. അങ്ങനെ ഡോമ ആ വിഷറിയൊക്കെ പൊക്കി പിടിച്ച് ആക്ടിവേറ്റ് ചെയ്തിട്ട് പറയാണ്, നീ പേടിക്കണ്ട, അവളെ ഞാൻ ഉടനെ തന്നെ കഴിക്കൂ, അതുകൊണ്ട് നീ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടെന്ന് പറയാണ്. അതേസമയം ഇതെല്ലാം കൂട്ടിക്കുഴച്ചപ്പോൾ നമ്മുടെ ഷിനോബുവിന് മനസ്സിലാവാണ് അവളുടെ സിസ്റ്ററിനെ കൊന്ന സെയിം ഡീമനാണ് ഇപ്പോൾ അവളുടെ മുമ്പിൽ നിൽക്കുന്നതെന്ന്. അപ്പോൾ തന്നെ നമ്മുടെ ഷിനോബുവിനോട് ഡോമ പറയാണ്, നീ പേടിക്കണ്ട, അവളെ ഞാൻ രക്ഷിക്കുകയാണ് ചെയ്തത്. അവൾക്കിപ്പോൾ സഫർ ചെയ്യേണ്ട കാര്യമില്ല, അവൾക്ക് ഇനി ഒരിക്കലും പെയിൻ ഉണ്ടാവില്ല, അവളെ ഞാൻ കഴിച്ചു, ഇനി എന്നിലൂടെ അവൾ ജീവിക്കുന്നു പറയാണ്. അങ്ങനെ ഡോമയോട് എന്തോ ഒരു വൈരാഗ്യമുള്ള പോലെ സംസാരിക്കുന്ന കണ്ടിട്ട് നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ടെങ്കിൽ എന്നോട് പറ, നമുക്ക് സംസാരിക്കാമെന്ന് പറയാണ് ഡോമ. അപ്പം തന്നെ ഷിനോബു അവളുടെ ആ ഡ്രസ്സ് പിടിച്ചിട്ട് പറയാണ്, നിനക്കിത് ഓർമ്മയില്ലേ? ഇതെന്താണെന്ന് നിനക്കറിയില്ലേ? നീയാണ് എൻ്റെ സിസ്റ്ററിനെ കൊന്നതെന്ന് പറയാണ്. അപ്പോഴാണ് നമ്മുടെ ഡോമയ്ക്കും അവളുടെ സിസ്റ്ററിനെ കുറിച്ച് ഓർമ്മ വരുന്നത്. എന്നിട്ട് പുള്ളി പറയാണ്, ഓ നീ ഉദ്ദേശിച്ചത് ആ ഫ്ലവർ ബ്രെത്ത് ഗേളിനെ ആണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ തന്നെ പറയാണ്, ഓ അവളൊരു നല്ല കൊച്ചായിരുന്നു, എനിക്ക് അവളെ കഴിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ ജസ്റ്റ് മിസ്സിന് സൺറൈസ് ആയിരുന്നു, ആ സൺറൈസ് ആയതുകൊണ്ട് എനിക്ക് അവളെ കഴിക്കാൻ പറ്റാതെ പോയെന്ന് പറയാണ്. അപ്പം തന്നെ ഷിനോബു പന്ന കാവറയ്ക്ക് പയലെന്ന് പറഞ്ഞിട്ട് അവളുടെ സോഡ് എടുത്ത് നേരെ ഡോമയുടെ കണ്ണിലേക്ക് തന്നെ ഇറക്കാണ്. എന്നിട്ട് പുള്ളിക്കാരത്തി ബ്രെത്ത് ഓഫ് ഇൻസെക്ട് ഡാൻസ് ദ ബീസ്റ്റിംഗ് യൂസ് ചെയ്യാണ്. അപ്പോൾ തന്നെ ഡോമ പറയാണ്, അതൊരു നല്ല കുത്തായിരുന്നു, ഞാൻ കൈ വെച്ചിട്ട് വരെ എനിക്കത് തടുക്കാൻ പറ്റില്ല എന്ന് പറയാണ്. ഉടനെ തന്നെ ഡോമ അവിടെ ബ്ലഡ് ഡീമൺ ടെക്നിക് ലോട്ടസ് യൂസ് ചെയ്യാണ്. അങ്ങനെ ആ തണുപ്പ് കാരണം ഉണ്ടായ ഐസ് നമ്മുടെ ഷിനോബുവിന് പോലും താങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് ഷിനോബുയുടെ ആ കുത്തും കൊണ്ട് സോഡും കണ്ണിലിറക്കിക്കൊണ്ട് തന്നെ ഡോമ പറയാണ്, നീ ഭയങ്കര ഫാസ്റ്റാണ്, പക്ഷെ നിനക്ക് അറിഞ്ഞൂടെ ഡീമൺസിനെ ഒരു കുത്തുകൊണ്ടൊന്നും കൊല്ലാൻ പറ്റത്തില്ല, നീ ഫോക്കസ് ചെയ്യേണ്ടത് എൻ്റെ നെക്കിലാണെന്ന് പറയാണ്. അപ്പം തന്നെ അവളുടെ വാളെടുത്ത് വെച്ചിട്ട് പറയാണ്, എനിക്കറിയാം ഒരു കുത്തുകൊണ്ടൊന്നും നിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന്, പക്ഷേ എൻ്റെ പോയ്സൺ നിന്നെ എന്തെങ്കിലും ചെയ്യുമെന്ന് പറയാണ്. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഷിനോബു അവളുടെ പോയ്സൺ യൂസ് ചെയ്തിട്ടാണ് ഡോമയെ ഇപ്പോൾ കുത്തിരിക്കുന്നതെന്ന്. അപ്പം തന്നെ ഷിനോബുവിന് ഒരു ഡൗട്ടുണ്ട്, കാരണം അവൾ റൂയിൽ യൂസ് ചെയ്ത ആ പോയ്സൺ അപ്പർ റാങ്ക് 2 ആയിട്ടുള്ള ഡോമയിൽ വർക്കാവുമെന്ന്. അങ്ങനെ ഡോമയ്ക്കും അത് സഹിക്കാൻ പറ്റാത്ത പോലെ ബ്ലഡൊക്കെ വോമിറ്റ് ചെയ്യാണ്. പക്ഷേ അവൾ പേടിച്ച പോലെ തന്നെ ആ പോയ്സൺ എഗെയിൻസ്റ്റ് നമ്മുടെ ഡോമ അഡാപ്റ്റ് ആവാണ്. എന്നിട്ട് പുള്ളി ചിരിച്ചുകൊണ്ട് പറയാണ്, അയ്യോ മോളെ, നിൻ്റെ പോയ്സൺ എന്നിൽ വർക്കായില്ലല്ലോ എന്ന് പറയാണ്. എന്നിട്ട് പുള്ളി ഫുള്ളി റിക്കവറായിട്ട് പറയാണ്,
എനിക്കെന്തെങ്കിലും ഇഷ്ടപ്പെട്ടു നിൻ്റെ ഈ പോയ്സൺ കൊണ്ടുള്ള അറ്റാക്ക്. വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറെ വല്ല കൂടിയ ഇനം പോയ്സൺ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പം തന്നെ ഷിനോബു ആ ബ്രത്ത് യൂസ് ചെയ്തിട്ട് ഇനി പോയ്സൺ അല്ല, എൻ്റെ വാൾ നിന്നോട് സംസാരിക്കുന്നു പറയാണ്. അങ്ങനെ അവിടെ ഈ എപ്പിസോഡ് തീരാണ്. അടുത്തത് ഇനി നടക്കാൻ പോകുന്നത് നമ്മുടെ ഇൻസെക്ട് ഹാഷിറ വേഴ്സസ് അപ്പർ റാങ്ക് 2 ഡോമയായിട്ടുള്ള ഫൈറ്റാണ്. എന്താവുന്നു, ആരായിരിക്കും തട്ടിപ്പോകാൻ പോകുന്നതെന്ന് നമുക്ക് ഇനി വരുന്ന വിശ്വസിച്ച് കാണാം.